everybody, this is Shweta. My name is Indra and welcome to our channel. So we are going to start the reaction of movie Punyalan Agarbattis. Agarbattis. It's movie based on Agarbatti. I don't know. Let's watch it. Let's watch it. Trishur. Trishur. Oh wow. Wow. I want to attend this festival. Yeah. Trust me, it looks so Where amazing. it comes? Guys, Comment when this festival is there. or it's still gonna come, then do comment. Comment the It date. comes every year. Yeah, but almost half of the year is gone now. Wow. Wow, it's very good. Oh wow, very nice, very nice. Wow. It's amazing. It was so much fun. Huh? Okay. കഴിഞ്ഞ കൊല്ലത്തെ പൂരം താന്ന് പറഞ്ഞു പോയ പോലെ ഒരു കൊല്ലം പോയ പോക്കി. കഴിഞ്ഞ കൊല്ലത്തും ഇവിടെ പല ഡിസിഷൻ എന്തെങ്കിലും നടന്നു ചോദിക്കാം. നടന്നാ പോരാ, നല്ല സ്മാർട്ടായിട്ട് ഓടണം കാര്യങ്ങൾ. ഈ കണ്ടോ കൊല്ലം നമ്മൾ പൊടിക്കും. ഇത് കഴിഞ്ഞ കൊല്ലം പോയ ഇവിടെ ഇന്ന് പറഞ്ഞതാ. പണ്ട് ആപത്തിന്റെ അടുത്ത് കർത്താവ് പറഞ്ഞു, ദാദം നീ ആപ്പളത്തിനുണ്ടാ. കർത്താവ് വിചാരിച്ചു അവൻ ആപ്പളത്തില്ല. ആ കർത്താവിന്റെ കുറെ ജഡ്ജ്മെന്റ് തെറ്റിച്ചവരാണ് മനുഷ്യന്മാർ. ആ മനുഷ്യന്മാര് വിചാരിച്ച പിന്നെ എനിക്ക് നടക്കാത്ത നത്തിങ് ഈസ് ഇമ്പോസിബിള്. നമുക്കൊരു ടൈം ഉണ്ടാ ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഫുൾ പോസിറ്റീവ് എനർജി. ഈ പറമ്പിനെ ചുറ്റും വിളിച്ചിട്ട് പൂരം കഴിഞ്ഞാൽ ടൗൺ മുഴുവൻ പൂരം കാണും. ലോകത്ത് വേറെ എവിടെയുണ്ടാ ഇങ്ങനത്തെ സെറ്റപ്പ്? ഇനി നമ്മള് കംപ്ലീറ്റ് പോസിറ്റീവാണ്. അതിനെ കെട്ടൊന്ന് കഴിഞ്ഞോട്ടെ. കാര്യങ്ങൾ തല കുത്തി മറിയണ നീ കണ്ടോ? പുണ്യാളാ,
ശവാരത്തിന് പുറത്തുണ്ട് രജിസ്റ്റർ അടുത്തൊരു കയറി പിടിക്കാം. ഒന്ന് വേഗമായി വരാം. അമ്മാമ്മയുടെ കുഴിമാടത്തിന് അപ്പാപ്പന്ന് പറയണ്ട. എനിക്കിപ്പോ മുതൽ മൂപ്പര് വേറെ പോകില്ല. എന്റെ ആളാണ് സാധനത്തുണ്ട്. ഈ പ്രാർത്ഥന എവിടെ അങ്ങനെ പോകില്ല. ഒരു സെറ്റപ്പിന് പിടിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു മൂപ്പരുടെ ശവാരത്തിൽ ഒന്നും വിളിക്കുന്നു. അമ്മമ്മ മരിക്കുന്നതിനുള്ള അപ്പാപ്പന് കൊടുത്ത മാലയാണ്. കണ്ട സ്നേഹം പണയം വെക്കാൻ ചോദിച്ചിട്ടാ നിന്റെ മാല. അല്ല ആലിസന്റെ കാര്യം വന്നിട്ട് പോയേട്ടാ. എന്തൂർന്നാടാ ഈ കോളേജിൽ അപ്പന്റെ കണ്ണാനിട്ട് കാണുന്നത്. ഇവൻ ഒറ്റ ഒട്ടനെ ഇതിന്റെ പിന്നില് വെറുതെ അപ്പനും ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് നല്ല കാര്യം നടക്കാൻ പോണേ ഫ്ലാഷ് ബാക്ക് പറഞ്ഞു പോയത് ടെൻഷൻ ആക്കല്ലേ ബോഡിയല്ലേ. ആ എന്തേ എനിക്കൊരു നാണം. ദേശീയ കമ്പ്യൂട്ടറിലല്ലേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടല്ലേ നേരിട്ട് കാണാൻ പോകണം. അത്ര ഉള്ളൂ. അപ്പൊ അവനോട് ഇറങ്ങിയ They are gonna marry. But he's looking good, huh? എല്ലാം പറഞ്ഞതുപോലെ ഞാൻ അനുഭവിക്കും. അമ്മയുടെ ഓർമ്മമാനം ഇവിടെ പോകട്ടെ എന്തിനാണ് മനസ്സിലാക്കിച്ചിരിക്കുന്നത്. ഓർമ്മ കഴിഞ്ഞു ഗ്രഹിച്ചിട്ട് I should also start chatting online now. കുട്ടികൾ വേണോ? കുട്ടികൾ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. ഒരു രണ്ടാം വീട്ടുകാരന്റെ വിഷമം എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവില്ല. സോറി മൂപ്പര് ആദ്യം രണ്ടാമത് അതിന്റെ ടെൻഷനാ. എന്ത് പറ്റി? ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനെ ഇന്നലെ ഇതുപോലെ ഇവിടെ വന്ന് സെക്കൻഡ് മാരേജിന് ഒപ്പിട്ട് പോയ ആളാ. വീട്ടിലെത്തിയില്ല. അപ്പോഴും Okay. Oh wow, nice basket, huh? Nice house. What is that? BP? ഒരു ഏജ് കഴിഞ്ഞ് റെഗുലർ ചെക്കപ്പ് ചെയ്യണം. എല്ലാവർക്കും അവർ ഹെൽത്തി ആയിട്ട് തോന്നും. അതാ പ്രോബ്ലം. ഓ ഒരു നേഴ്സിനെ കെട്ടിയുള്ള ഗുണം കണ്ടാ ലൈഫിൽ കയറി വന്നിട്ടുള്ള മാല ആവശ്യമില്ല. ആഘോഷമായിട്ട് പള്ളിയിൽ വെച്ച് നടത്തുന്ന ചടങ്ങായിരുന്നു അല്ലേപ്പാ. He's not happy. തന്നെ ഇരിക്കാനുള്ള ശക്തിക്ക് എനിക്ക് പോകണം. കുറച്ച് കഴിക്കും. ഇത് ചടങ്ങല്ലേ. നിങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണത് നമ്മുടെ തൃശ്ശൂരായിരിക്കും അല്ലേ പാപ്പ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. കടയിൽ നല്ല തിരക്കുള്ള സമയം. ആ കടയിൽ നല്ല തിരക്കാണെങ്കിൽ നിങ്ങൾ വേഗം ശരി എന്നാ നിനക്കും നല്ല തിരക്കുണ്ടെങ്കിൽ വേഗം ഇറങ്ങിപ്പോളൂ. ജോയിക്ക് ഓഫീസ് ആ കുട്ടിക്ക് നല്ല തിരക്കുണ്ട്. അപ്പൊ പിന്നെ ഇറങ്ങിപ്പോകും. Come on, understand. ശരിയെന്നാ. ഹാപ്പി മാരീഡ് ലൈഫ് ഇട്ടാ. ശരി ഓ ശരി. പിശാചുക്കള് പോയി. ഓളികളൊക്കെ സംഭവം പിടിച്ചിട്ടാ. വയസ്സാതെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ആർക്കും ടൈമില്ലല്ലോ. അവസാന കാലത്ത് അപ്പാപ്പനെ നോക്കിയെന്ന് പറഞ്ഞാൽ തറവാട് പേര് ഒറ്റയ്ക്കടിച്ചിരിക്കുന്ന പരിപാടിയാണ് നടക്കണേ. അത് ഞാൻ സമ്മതിക്കില്ല. ഇതിപ്പോ അടുത്ത മാസം അമ്മാമ്മയുടെ കൂടെ അപ്പാപ്പന്റെ സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകും. അപ്പൊ വീട് ഭാഗം വയ്ക്കണ്ടേ. എന്റെ കർത്താവേ, തൃശ്ശൂര് മാത്രം ജീവിച്ചാൽ പോലെ ലോകം മുഴുവൻ കാണുമെന്ന് പറഞ്ഞ് അപ്പാപ്പനെ കൊണ്ട് ഈ പണിയെല്ലാം ചെയ്യിപ്പിച്ചത് ഇതിനായിരുന്നല്ലേ? പിന്നല്ലാണ്ട്
നിന്നെ കെട്ടിക്കൊടുത്തിട്ടൊന്നും ഇനി ഞാൻ ചെയ്യില്ലട്ടാ. Rimumadi Temple Park. ഏയ് നീ വേഗം റെഡി ആയിക്കോ, ഞാൻ ഓഫീസിൽ വിടാം. പിന്നെ വണ്ടിയാണെന്ന് കൂട്ടാ. അതെ ഞാൻ ചേഞ്ച് ആയിട്ട് വരാവേ. ഏയ് നീ ആ ബ്ലൂ കൊടുത്തിട്ടോ, അതാവുമ്പോ നിനക്ക് നന്നായിട്ട് ചെയ്തു. Okay. നീ നന്നാവുന്നു, ഗംഭീരായിട്ടുണ്ടേ. അതെ നിന്നെ ഞാൻ വന്ന് വൈകുന്നേരം പിക്ക് ചെയ്താലോ? വരുമോ? പിന്നെന്താ വരില്ലോ. തവണ വെച്ചെന്നാ നീ. അതെ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 5,000 മണീസ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാ. എന്നതാ ജോയ് ഇത്? വാടക കൊടുക്കാൻ പറ്റുന്ന പൈസ അത്. വോട്ടായിട്ടൊന്നും വന്നിട്ട് ഇത്ര നാളായി, ഇപ്പോഴും എന്റെതാ ജോലി ചെയ്ത്. തമാശകളോ ജോയ്? ഏയ് നിനക്ക് ഈ വാടക 1,000 തീയതി കൊടുത്താ പോരെ? ഊരി കൊടുത്തിട്ടേ. അപ്പൊ ഇതിനായിരുന്നു ഈ കള്ള സ്നേഹം അല്ലേ? എന്റെ സ്നേഹത്തിന് നമ്മള് ഇന്നോവേറ്റീവ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആ നമുക്കൊരു ടഫ് പീരീഡ് ആണ്, ഇവിടെ വണ്ടേ വരും. നീ നോക്കിക്കോളെ, ഇവിടെ പുണ്യാനൊക്കെ ക്ലിക്ക് ആവും. ഇത് ഞാൻ കുറേ കേട്ട് തുടങ്ങിയിട്ട്. ബാങ്കിൽ നിന്ന് കുര്യൻ സാർ വിളിച്ചിരുന്നു ഇന്നലെ. ജോയ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അല്ല ആള് ശരി 4 വട്ടത്തിൽ EMI മുടങ്ങി പറഞ്ഞ് 40 വട്ടം വിളിക്കും വൃത്തിയാക്കാം. മനുഷ്യരൊക്കെ ഞാൻ ഒരു സപ്പോർട്ടൊക്കെ വേണ്ടേ, നീയൊക്കെ തരണം വേണ്ട. സാറിനെ ചെന്നൊന്ന് കണ്ടേക്ക്. അപ്സെറ്റ് ആയിട്ടാ വിളിച്ചിരുന്നത്. സാറിന് റിസ്ക് ലോണല്ലേ? ശരി ജോയ്, എനിക്ക് പോകാൻ ഇതൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യം മാസമായിട്ടാ. അപ്പാപ്പന്റെ കെട്ടൊക്കെ കഴിഞ്ഞ ആ അതൊക്കെ ഗംഭീരായിട്ട് കഴിഞ്ഞു. ആ അതാണ് നമ്മളെ അമ്മാതിരി ടെക്നോളജി ഒക്കെ പഠിക്കണ ശാന്തേച്ചിയെ. എന്നാലും 5-6 പാക്കറ്റ് കൊണ്ടുപോയി വീട്ടുകാർക്കൊക്കെ കൊടുക്കാലോ. അയ്യോ കുറച്ച് ദിവസത്തെ ഡിലേ വരൂട്ടാ, കാരണം റോ മെറ്റീരിയലിന് ചെറിയൊരു ഷോർട്ടേജ് ഉണ്ട്. ദേവസായിട്ടിലെ കേസ് തീർന്നിട്ടില്ലല്ലോ. പിന്നെ വൈകിട്ട് കാണാട്ടാ. കാണാപ്പോ എന്തെങ്കിലും റോ മെറ്റീരിയൽസ് Okay. ചാവളല്ല കൊല്ലി പണിക്കാരില്ല. ജോലി ബുദ്ധിമുട്ടാവണ്ട. ഈ രണ്ടെണ്ണത്തിന് മിക്കവാറും ഞാൻ കൊല്ലൂടാ. ശമ്പളം ചോദിക്കാൻ ഒരു മടിയിട്ട് എന്നാ അവിടെ തിന്നിട്ടാണെങ്കിൽ സാധനം ഒപ്പിക്കും. അതെ നീ ചാർജെടുത്തേ. അമ്മയുടെ രാവിലെ 500 രൂപ പെട്രോൾ അടിച്ചാ. പെണ്ണ് കാണാൻ ജോയിന് വരാന്ന് പറഞ്ഞു. ഓർമ്മയില്ലേ? അത് ഉച്ചക്കല്ലേ? എടാ നമ്മുടെ ആനോണ്ട ലിസ്റ്റ് ഉണ്ടാവില്ല അവിടെ ചുരുട്ടിക്കുട്ടി വെച്ചേക്കാ. തൃശ്ശൂർ ഒറ്റപ്പുതിയ ആന മുതലാളി വരെ ജനിക്കല്ലേ. ഇനി വീട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പേടായി കിട്ടും. ഗിഫ്റ്റ് ജോയിട്ടാ 16 കൊല്ലം കാത്തിട്ടുണ്ടായി പൊന്നിനെ ഞാൻ അതേ തൊട്ട് കളിക്കും. വണ്ടിക്ക് കയറി വെയിലടിച്ച് കരിഞ്ഞാവും. ഞാനിവിടെ ജോയിട്ടാ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു വെയിറ്റ് ഉണ്ടാവും. അതൊക്കെ ഓൾഡ് ഫാഷനല്ല. ഇവിടെ നടൻ മമ്മൂട്ടി ചുള്ളൻ പുള്ളി ഒരു ഡ്രൈവർ പിണ്ടിട്ട് ഇവിടെ അടുത്തേക്ക് നീ കേറിയേ. വണ്ടി ബാക്ക് എടുത്ത് വീട്ടുകളെ കൊന്നാടാ. ഒരു ദാരിദ്ര്യവാസി മുതലാളി വന്നിരിക്കണം. നീ ഇങ്ങോട്ട് പോയോ? പഴയ മുതലാളി വന്നിരിക്കാനേ ഇന്ന് ആമസോണല്ലോ. ഇനി വേറെ സമയം പണിയെടുക്കേണ്ടി വരുമോ? Okay. We are planning to do something big now. That's what we are discussing like last year, but it did not work. No, but it was not grandpa No. marriage. Yeah, talking about business. Business, I know. But yeah, it started with grandma. I'm like, what is? But okay, he is getting married second time. I'm like, Even wow. I was thinking, okay, and then all of a sudden. Lucky grandpa. Very good grandpa. Devils are God. No, office. Yes. Come on, give them privacy. They are just newly married, second married. And they are going South Africa most probably. Yes, and now this guy is smart. I just transfer 5,000 rupees for temporary adjustment. Adjustment, And, yeah.
But this was the first scene. Now we have to watch more Yes, so that we will. because the name of the movie that Agarbatis, yeah, so it's yeah. gonna relate to his business only. So we have to see will he be successful or not. And now the question, why is he meeting the elephant owners? That's the other question. Absolutely true. Cool. So let's see more guys. Till that time, keep watching our channel. Do like, subscribe, Share, comment, click on the bell icon.